എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് യൂട്യൂബ് വീഡിയോ എങ്ങനെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനെ ആദ്യം ചെയ്യേണ്ടത് യൂട്യൂബ് ആപ്ലിക്കേഷനിൽ കയറുക. യൂട്യൂബ് ആപ്ലിക്കേഷനിൽ കയറിയ ശേഷം ഏത് വീഡിയോ ആണോ പോസ്റ്റ് ചെയ്യേണ്ടത് ആ വീഡിയോ തിരഞ്ഞെടുക്കുക. യുവർ വീഡിയോയിൽ പോയി വീഡിയോ തിരഞ്ഞെടുക്കുക. വീഡിയോ സെലക്ട് ചെയ്യണം. വീഡിയോ സെലക്ട് ചെയ്തിട്ട് വലതുവശത്തുള്ള 3 ഡോട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്നതിൽ നിന്ന് ഷെയർ വീഡിയോ തിരഞ്ഞെടുക്കുക. അതിനുശേഷം കോപ്പി ലിങ്ക് സെലക്ട് ചെയ്യുക. കോപ്പി ലിങ്ക് സെലക്ട് ചെയ്ത് കോപ്പി ആയിട്ടുണ്ട്. അതിനുശേഷം യൂട്യൂബിൽ നിന്ന് തിരിച്ചിറങ്ങി ഇൻസ്റ്റഗ്രാമിലേക്ക് കയറുക. ഇൻസ്റ്റഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് വരുന്നതിൽ മുകളിലുള്ള യുവർ സ്റ്റോറിയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പുതിയ വിൻഡോ ഓപ്പൺ ആയി വരും. അവിടെ ആദ്യം ചെയ്യാനുള്ളത് ഏത് വീഡിയോ ആണ് സെലക്ട് ചെയ്യേണ്ടത് ആ വീഡിയോയുടെ തംബ്ലൈൻ സെലക്ട് ചെയ്യുക. ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യുക. എനിക്ക് ആവശ്യമുള്ള വീഡിയോയുടെ തംബ്ലൈൻ ഇമേജ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനെ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തതിന് ശേഷം മുകളിലുള്ള സ്റ്റിക്കറിൻ്റെ ഓപ്ഷനിലേക്ക് കയറുക. അതിനുശേഷം ഓപ്പണായി വരുന്നതിൽ നിന്ന് ലിങ്ക് തിരഞ്ഞെടുക്കുക. ലിങ്ക് തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ഒരു URL വരും. അവിടെ യൂട്യൂബിൽ നിന്ന് സെലക്ട് ചെയ്ത ലിങ്ക് പേസ്റ്റ് ചെയ്യുക. ഞാൻ പേസ്റ്റ് ചെയ്യുകയാണ്. പേസ്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം മുകളിൽ വലതുവശത്തായി ഡൺ ഓപ്ഷൻ കൊടുക്കണം. ഡൺ കൊടുത്തു കഴിയുമ്പോൾ അടുത്ത വിൻഡോ വരും. അതിൽ youtube.be എന്ന ടാഗ് കാണാൻ കഴിയും. ആ ടാഗിൽ പ്രസ് ചെയ്ത് പിടിച്ചാൽ നിങ്ങൾക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും സെലക്ട് ചെയ്ത് മാറ്റാൻ കഴിയും. ഞാനിപ്പോൾ താഴേക്ക് മാറ്റും, മുകളിലേക്ക് മാറ്റും. എനിക്ക് ആവശ്യാനുസരണം താഴെ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ചെറിയൊരു ടെക്സ്റ്റ് കൂടി കൊടുക്കുകയാണ്. അതിനാ ടെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. അതിൽ വാച്ച് മൈ വീഡിയോ എന്ന് ഞാൻ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും കൊടുക്കാം. കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. വാച്ച് മൈ വീഡിയോ എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യുകയാണ്. ഏത് ഫോണിലേക്ക് വേണമെങ്കിലും മാറ്റാൻ കഴിയും. ഇഷ്ടമുള്ള ഫോണ്ട് തിരഞ്ഞെടുക്കുകയാണ്. ഇഷ്ടമുള്ള ഫോണ്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഫോണ്ട് സെലക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം അത് മുകളിലേക്ക് സെലക്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി ഒരു ആരോ മാർക്ക് കൂടി ആഡ് ചെയ്യാം. അതിനുവേണ്ടി വീണ്ടും ലിങ്ക് ഓപ്ഷനിലേക്ക് കയറി സെർച്ചിൽ ആരോ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ പല വിധത്തിലുമുള്ള ആരോകൾ വരും. അതിൽ നിങ്ങൾക്ക് ഏതാണ് ആവശ്യം അത് തിരഞ്ഞെടുക്കുക. ഞാനിവിടെ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തതിന് ശേഷം യൂട്യൂബ് ലിങ്ക് വന്നതിലേക്ക് ഞാൻ കൊണ്ട് ചേർക്കുകയാണ്. സ്റ്റോറി പോസ്റ്റ് ചെയ്യാം. ക്ലോസ് ഫ്രണ്ടായിട്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ക്ലോസ് ഫ്രണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടവരെ മാത്രം സെലക്ട് ചെയ്ത് സെൻഡ് ചെയ്യുന്നതാണ് അങ്ങനെ പറയുന്നത്. ഞാനിപ്പോൾ യുവർ സ്റ്റോറി പബ്ലിക്കായിട്ട് ചെയ്യുകയാണ്. സ്റ്റോറി ആയിട്ടുണ്ട്, ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. ആ ലിങ്കിലേക്ക് കയറി ഒന്ന് പ്രസ് ചെയ്ത് നോക്കുകയാണ്, ടച്ച് ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ അറിയാൻ കഴിയും സ്റ്റോറി പോസ്റ്റ് ആയോ ഇല്ലേ എന്ന്. സ്റ്റോറി പോസ്റ്റ് ആയിട്ടുണ്ട്. ആ ലിങ്കിൽ ടച്ച് ചെയ്തപ്പോൾ യൂട്യൂബ് വീഡിയോ ലിങ്കാണ് വന്നത്. അതിലേക്ക് കയറുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഡയറക്റ്റ് പോവുകയാണ് ചെയ്യുന്നത്.